Welcome back. Audio, video clear alla? How is audio and video? Okay, clear. Let's continue. First question. First question le doubt unda എന്താ ചോദിച്ചിട്ടുള്ളത് മാക്സിമം ഫേസ് ഡീവിയേഷൻ എത്രയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഈ കോസിന്റെ അകത്ത് വരുന്ന ആ വലിയ എക്സ്പ്രഷൻ അല്ലേ 10⁸ πt + 6 sin 2π × 10⁻³ t എന്ന് പറയുന്നത് കോസിന്റെ ബ്രാക്കറ്റിനകത്ത് വരുന്നത് ആ ഹോൾ ടേം അതിന്റെ ഫേസ് ആണ്. The whole term is a phase angle, instantaneous phase angle. And this term, നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും this is 2π fct. Okay. This term is 2π fct. So, remaining term ആണ് phase deviation കാണിക്കുന്നത്. ഇത് phase deviation ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല, അത് ടൈമിനനുസരിച്ച് വരും. മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യുന്ന ഫേസ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ഈ ടേം ആണ്. ആ ടേമിന്റെ മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും വരിക? അതാണ് മാക്സിമം ഫേസ് ഡീവിയേഷൻ. സൈൻ അല്ലേ ഇതിന്റെ അകത്ത് വരുന്ന സൈൻ, അതിന്റെ മാക്സിമം വാല്യൂ 1 അല്ലേ? അപ്പൊ അതിന്റെ ഈ ഫാക്ടർ എത്രയാണോ അതായിരിക്കും ഫേസ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഫ്രീക്വൻസി ഡീവിയേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഫ്രീക്വൻസി ഡീവിയേഷൻ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? What will be frequency deviation? ഇത് ഫേസ് അല്ലേ? This is phase. Frequency deviation കിട്ടാൻ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന്റെ മാക്സിമം വാല്യൂ എടുക്കണം. Okay. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. If delta f is asked, delta f ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ we'll take this term and differentiate that term and take maximum value. This is phi of t. Phi of t യുടെ ഡെറിവേറ്റീവ് എടുക്കുക, മാക്സിമം വാല്യൂ. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കണം, ഡെൽറ്റ എഫ് ആണെങ്കിൽ 1/2π കൂടെ കൊടുക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π × 6 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ കോസ്റ്റ് ടേം വരും, അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. 6 × 2π × 10⁻³ സോ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ വിൽ ബി 6 kHz. ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. 6 kHz ആണ് മാക്സിമം frequency deviation, but maximum phase deviation is 6 radians. Okay, sir. Clear? Delta f in this case is 6 kHz. You can also calculate beta and bandwidth of this system. Beta will be delta f by fm. Fm is 10⁻³ 10⁻³ എന്ന് പറയുമ്പോൾ 6 ആണ് അതിന്റെ ബീറ്റ വരിക. And bandwidth will be 2 × 7, 14 × fm, that is 10⁻³. So it will be 14 kHz. Bandwidth will be 14 kHz. അത് ഒക്കെ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആ രീതിയിലും കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാലോ. കൺസിഡർ an angle modulated signal. Consider an angle modulated signal x of t equal to 6 cos. Just a minute. അമ്മുസേ അത് ഓഫ് ചെയ്യണം കേട്ടോ. ചാർജ് ചെയ്യാൻ വെച്ചത് ഓഫ് ചെയ്യും. Okay, ma'am. Consider an angle modulated signal x of t equal to 6 × cos 2π × 10⁻⁶ t plus 2 sin 8000πt plus 4 cos 8000πt volt.
volt, the average power of x of t is, the average power of x of t is option A 10 watt, option B 18 watt, option C 20 watt, option D 28 watt. To find the power of this angle modulated signal. Yes, Binsi, correct value. 18, correct. Yes, Pallavi, you are correct. 18 is correct. Yes. അപ്പൊ ഇത് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് വലിയ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടെങ്കിലും എ സി is 6 volt, amplitude is 6 volt. Therefore, power P is equal to AC square by 2, and that is 6 square by 2 equal to 36 by 2 will be 18 watts. വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. AC square by 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. തേർഡ് ക്വസ്റ്റ്യൻ. Consider the FM signal 10 cos 2 pi into 10 raised to 5t plus 5 sin 2 pi into 5 sin 2 pi into 1500t plus 7.5 sin 2 pi into 10 raised to 3 at 1000t. This much volt with the carrier frequency 10 raised to 5 hertz. Carrier frequency 10 raised to 5 hertz. The modulation index is option A 12.5, option B 10, option C 7.5, option D 5. So we have to find modulation index. Modulation index is option A 12.5, option B 10, option C 7.5, option D 5. ഓപ്ഷൻ കിട്ടിയാൽ സെൻഡ് ചെയ്യും. ആൻസർ കിട്ടിയോ?
ആൻസർ ഓക്കെ. ഇത് കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? സോ ഫസ്റ്റ് ടു ഫൈൻഡ് frequency deviation delta f. Delta f equal to 1 by 2 pi into d phi of t. You take phi of t by dt. And this is phase deviation part. Deviation part from carrier term. Carrier frequency term എടുക്കണ്ട ഇത്രയും part. So 1 by 2 pi into derivative of this d by dt of the whole term 5 sine 2 pi into maximum value of this will give frequency deviation 2 pi into 1500 t plus 7.5 into sine 2 pi into 10 raised to 3, that is 1000 t. ഞാൻ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് ഞാൻ എടുക്കുന്നത്. മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ കാണാൻ. ഫേസിന്റെ ഡെറിവേറ്റീവ് ആണ് ഫ്രീക്വൻസി. ഫേസ് ഡീവിയേഷന്റെ ഡെറിവേറ്റീവ് ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. അതിന്റെ മാക്സിമം വാല്യൂ ആണ് ഡെൽറ്റ എഫ് ആയിട്ട് എടുക്കുന്നത്. സോ 2 പൈ ഒക്കെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 2 പൈ ഒക്കെ വെട്ടിപ്പോകും. പിന്നെ വരുന്നത് 5 ഇൻറ്റു മാക്സിമം വാല്യൂ നമ്മൾ കാണുമ്പോൾ 5 ഇൻറ്റു 1500 എന്നുള്ള ടേമും വരും. ഇവിടെ 7.5 ഇൻറ്റു 1000 വരും. എല്ലാ സൈൻ ടേം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, മാക്സിമം വാല്യൂ ആണ് ഇതിന്റെ എടുത്തിട്ടുള്ളത്. സോ മാക്സിമം വാല്യൂ വിൽ ബി ദിസ് വിൽ ബി 1500 into 5 എന്ന് പറയുമ്പോൾ 7500 plus 7500. So total value is 15,000. 15,000 ആണ് ഇപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ വരുന്നത്. സോ ഡെൽറ്റ എഫ് ബൈ എഫ് എം ആണ് ബീറ്റ എന്ന് പറയുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ് ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ എഫ് ബൈ എഫ് എം ആൻഡ് ഡെൽറ്റ എഫ് ഈസ് 1500. ഇതിനകത്തുള്ള മാക്സിമം ഫ്രീക്വൻസി എത്രയാണ്? 1500. 15,000 divided by 1500 will be equal to 10. So beta equal to 10. Correct option is B. Okay. Okay. Pallavi, I will explain. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് മോഡുലേറ്റഡ് സിഗ്നലിന്റെ 2 പൈ എഫ് സി ടി പാർട്ട് ഒഴിച്ച് ബാക്കിയുള്ള പാർട്ടാണ് അതിന്റെ ഫേസ് ഡീവിയേഷനെ കാണിക്കുന്നത് അല്ലെ. ദിസ് പാർട്ട് ഈസ് ഡീവിയേഷൻ ഇൻ ഫേസ്, ബട്ട് ദിസ് സിഗ്നൽ ഈസ് എഫ് എം സിഗ്നൽ. എഫ് എം സിഗ്നൽ പറഞ്ഞതുകൊണ്ട് ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വി വിൽ കാൽക്കുലേറ്റ് ഫ്രീക്വൻസി ഡീവിയേഷൻ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഫേസ് ഡീവിയേഷന്റെ ഡെറിവേറ്റീവ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ലീനിയർ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ 1 by 2 pi into derivative of phase deviation and its maximum value is delta f. Okay, അത് മനസ്സിലായോ? ഫേസ് ഡീവിയേഷന്റെ ഡെറിവേറ്റീവ് ആണ് ഫ്രീക്വൻസി ഡീവിയേഷൻ. അതിന്റെ മാക്സിമം വാല്യൂ ആണ് ഡെൽറ്റ എഫ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ഈ ടേം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ മാക്സിമം വാല്യൂ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ 2 പൈ ഇൻറ്റു 1500 എന്നുള്ള ഒരു ഫാക്ടർ വരും. അപ്പൊ കോസിന്റെ മാക്സിമം വാല്യൂ നമുക്ക് എടുക്കാം 1 ആയിട്ട് എടുക്കാം. അതുപോലെ സൈനിന്റെ മാക്സിമം, സൈനിനെ ഈ ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും ഒരു കോസ് ടേം വരും. അതേപോലെ 2 പൈ ഇൻറ്റു 1000, ആ 2 പൈയും ഇവിടെയുള്ള 2 പൈയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ വരുന്നത് 5 ഇൻറ്റു 1500 പ്ലസ് 7.5 ഇൻറ്റു 1000, ടോട്ടൽ 15,000. So delta f is 15,000 and fm is 1500. ഈ 1500 എടുക്കുന്നത് ഇതിലെ മാക്സിമം ഫ്രീക്വൻസി നോക്കിയിട്ടാണ് എടുക്കുന്നത്. സർ, 1500 അത് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? മാക്സിമം ഫ്രീക്വൻസി തന്നെയല്ലേ എടുക്കുക? അങ്ങനെ രണ്ട് ടേം ഉണ്ടെങ്കിൽ സൈനും കോസും ആയിരുന്നെങ്കിലും 1500 തന്നെയല്ലേ എടുക്കുക? അതെ അതെ, മാക്സിമം ഫ്രീക്വൻസിയാണ്, അതിലുള്ള മാക്സിമം ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കുന്നത്. എഫ് എം എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നൽ രണ്ട് ഡിഫറെന്റ് ഫ്രീക്വൻസി ആണെങ്കിൽ അതിലെ മാക്സിമം ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പലവി ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊക്കെ സിംഗിൾ ടോൺ കേസിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ.
ഇവിടെ രണ്ട് ഡിഫറെന്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വരുന്നുണ്ട്. അപ്പൊ രണ്ട് ഡിഫറെന്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വരുമ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കേസിലെല്ലാം നമ്മൾ അതിന്റെ ഐഡിയ എന്താണ്, FM ഫ്രീക്വൻസി ഡീവിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഫ്രീക്വൻസി ഡീവിയേഷന്റെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. അതുപോലെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസിയോട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആ രീതിയിൽ അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. സിംഗിൾ ടോൺ കേസിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An FM signal, question number 4. An FM signal is represented by x of t equal to 15 cos 2 pi into 10 raised to 8t plus 150 sin 2 pi into 10 raised to 1. Is it 150? Yes. 150 sin. Not sin. Sin alla cosine. Cos 2 pi into 10 raised to 3t. This is a single tone case. The bandwidth of the signal is. Option A. 298 kilohertz. Option B 302 kilohertz. C 405 kilohertz. Option D 365 kilohertz. Now this is single tone case. You can find the bandwidth by finding the beta value. Beta value direct കാണാം, frequency. ഇത് നേരത്തെ ചോദിച്ച പോലെ ചെയ്യാൻ പറ്റും. സിംഗിൾ ടോൺ കേസ് ആണ്. KF into AM will give frequency deviation by FM will give modulation index. Then according to the value of modulation index, Drisha പറഞ്ഞ ശരിയാണ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി is correct. അപ്പൊ ഡയറക്റ്റ് അത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Yes, option B is correct. In this case, delta F can be as KF into AM, single tone case, and KF is this factor 150 into 10 raised to 3, and that is equal to 150 kilohertz. And FM is 10 raised to 3, that is 1 kilohertz. And bandwidth B is equal to 2 into delta F plus FM. Modulation index കാണുന്നില്ല. 2 into 150 plus 1. Any problem? That's 150 plus 1. 302. 302 തന്നെയല്ലേ ആൻസർ. 302 kilohertz. Correct. And option is option B. Okay. Any doubt? Clear അല്ലേ? എഫ്എമ്മിന്റെ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ ബീറ്റ അല്ലേ 150? ബീറ്റ അല്ലല്ലോ 150. ബീറ്റ അല്ലല്ലോ അത്. അതെങ്ങനെ ബീറ്റ ആവാ? ബീറ്റ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴല്ലേ ആ ടേം ബീറ്റ വരുള്ളൂ. അതിന് ബീറ്റ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ ടേമിന്റെ കോഎഫിഷ്യന്റ് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 150 into 10 raised to 3 അല്ല വരിക. ആ 2 pi ഒക്കെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോ. And this is 2 pi into അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. A carrier is phase modulated
A carrier is phase modulated with a frequency deviation of 10 kilohertz. A carrier is phase modulated with frequency deviation of 10 kilohertz by a single tone frequency of 1 kilohertz. Please mute microphone. Okay. Doubt ആണോ? Doubt ചോദിക്കുന്നില്ലെങ്കിൽ mute ചെയ്യും. Okay. A carrier is phase modulated with a frequency deviation of 10 kilohertz by a single tone frequency of 1 kilohertz. Okay. If the signal tone frequency is increased to 2 kilohertz, if the single tone frequency is increased to 2 kilohertz, assuming that the phase deviation remains unchanged, assuming that the phase deviation remains unchanged, the bandwidth of the PM signal is the bandwidth of the PM signal is the bandwidth of PM signal is option A, question number 5 on option A 21 kilohertz, option B 22 kilohertz, option C 42 kilohertz, option D 44 kilohertz. Question on vaikam. A carrier is phase modulated with the frequency deviation of 10 kilohertz by a single tone frequency of 1 kilohertz. If the single tone frequency is increased to 2 kilohertz, assuming that phase deviation remains unchanged, the bandwidth of the PM signal is. Yes, Swapna Binsi, please check your answer. Another കാര്യം if the single tone frequency is increased to 2 kilohertz, so FM but this value beta, assuming that phase deviation remains unchanged, phase deviation remains unchanged ആണ് ഒരു PM സിസ്റ്റത്തില് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? What is modulation index in PM system? Modulation index is in PM system. Beta PM is maximum phase deviation, isn't it? Maximum phase deviation ആണ് modulation index എന്ന് പറയുന്നത്. So when modulating signal is 1 kilohertz, phase deviation was 10 kilohertz by 1 kilohertz will give, that is beta എന്ന് പറയുന്ന ഇത് phase deviation change ഒന്നും വരുന്നില്ല എന്നാണ്. എത്രയാണ് frequency deviation വരുന്നത്? Frequency deviation is equal to 10 kilohertz and corresponding FM value is 1 kilohertz. അപ്പോൾ നമുക്ക് ഇതിന്റെ maximum phase deviation ആണ് FM ആയാലും PM ആയാലും, and delta F by FM is the formula for calculating modulation index in both FM and PM case, and that is equal to 10 kilohertz divided by 1 kilohertz. So maximum frequency deviation is 10 radians, and it is given that the single tone frequency is increased to 2 kilohertz. That is, FM is now increased to
2 kilohertz, 2 kilohertz, but the deviation remains same. The maximum frequency deviation or beta value remains the same. അപ്പൊ അവിടെ എന്താ ആക്ച്വലി നടക്കുന്നതെന്ന് അറിയാം. FM 1 കിലോഹെർട്സിൽ നിന്ന് 2 കിലോഹെർട്സിലേക്ക് മാറുമ്പോൾ ഡെൽറ്റ എഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ is also changes from 10 kilohertz to 20 kilohertz, so that phase deviation remains constant value, that is equal to 10. അപ്പൊ ഇവിടെ ഫേസ് ഡീവിയേഷനിൽ യാതൊരു മാറ്റവും വരുന്നില്ല. 1 കിലോഹെർട്സിൽ എത്രയായിരുന്നു ഫേസ് ഡീവിയേഷൻ, അതേ വാല്യൂ തന്നെയാണ് 2 kilohertz ആവുമ്പോൾ. സോ ബീറ്റ റിമെയിൻസ് സെയിം, ഓൺലി this frequency FM frequency changes to 2 kilohertz. So bandwidth, new bandwidth equal to 2 into delta F plus FM. Delta F plus FM എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് 20ലേക്ക് മാറണം, കാരണം ബീറ്റ 10 ആയിട്ട് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് 20ലേക്ക് മാറണം. 20 plus 2 അങ്ങനെ ചെയ്യാം. ഇത് 2 into 20 plus 2 and this is equal to 44 kilohertz. Another method is this is equal to 2 into beta plus 1 into FM. In this case, beta remains 10, 2 into 10 plus 1 into FM, that is 2. എത്രയാണ് വരുന്നത്? This is 4 into 11, 44. 44 ആണ് 44 kilohertz ആണ് വരുന്നത്. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ്, that is maximum frequency deviation, remains same value. Okay. സാറേ PM-ന്റെ മോഡുലേഷൻ ഇൻഡെക്സിൽ ഡെൽറ്റ എഫ് ബൈ FM ഉണ്ടോ? ഈ PM-ന് FM-ന് മോഡുലേഷൻ ഇൻഡെക്സിനെ സംബന്ധിച്ച് യാതൊരു പിന്നെ മാറ്റവും ഇല്ല. അതായത് PM-ന്റെയും FM-ന്റെയും മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെയിം ഐഡിയ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ FM-ന്റെ കേസിൽ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഫേസ് മോഡുലേഷനിൽ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇന്റഗ്രലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത്ര മാത്രമേ ചേഞ്ച് ഉള്ളൂ. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് FM-നും PM-നും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാം. ആകെയുള്ളത് ഫ്രീക്വൻസി ഡീവിയേഷൻ ഒന്നില് FM-ന്റെ കേസിൽ മോഡുലേറ്റിംഗ് സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത്തെ കേസിൽ PM-ന്റെ കേസിലാണെങ്കിൽ deviation frequency will be proportional to derivative of the modulating signal. ഇവിടെ മോഡുലേറ്റിംഗ് സിഗ്നൽ ഏതാണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. രണ്ട് കേസിലും ഇപ്പൊ FM-ന്റെ കേസ് എടുത്താലും, നമ്മൾ FM-ന്റെ കേസ് എടുത്താൽ ബീറ്റയുടെ ഫോർമുല നമ്മൾ സിംഗിൾ ടോൺ കേസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? KF into AM by FM എന്നാണ്. ഓക്കെ, ആൻഡ് this beta is coming in this equation like this: AC into cos 2 pi FCT plus beta into sin 2 pi FMT. ഇങ്ങനെയല്ലേ വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ബീറ്റ എന്ന് പറയുന്ന ഈ ഫാക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി മാക്സിമം ഫേസ് ഡീവിയേഷൻ തന്നെയാണ്. സോ ഡെൽറ്റ എഫ് ബൈ FM is actually maximum phase deviation. ഓക്കെ, മാക്സിമം ഫേസ് ഡീവിയേഷൻ തന്നെയാണ് രണ്ടിലും വരുന്നത്. അപ്പൊ ആകെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളത് മാത്രമേ FM-ഉം PM-ലും ചേഞ്ച് വരുന്നുള്ളൂ. മനസ്സിലായോ? FM-ന്റെ കേസിൽ ഡെൽറ്റ എഫ് മോഡുലേറ്റിംഗ് സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആണ്. PM ആണെങ്കിൽ ഡെൽറ്റ എഫ് എന്തിനാ പ്രൊപ്പോർഷണൽ ആയിട്ട് വരിക? PM ആണെങ്കിൽ ഡെൽറ്റ എഫ് will be proportional to derivative of modulating signal. അല്ലേ? phase അല്ലേ? phase will be proportional to modulating signal. So frequency deviation will be proportional to derivative of modulating signal. ആ ഒരു ചേഞ്ച് മാത്രമേ FM-ഉം PM-ഉം തമ്മിൽ വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ സർ. A device with input x of t, a device with the input x of t and output y of t is characterized by input x of t and output y of t is characterized by y of t equal to
of x of t square. X of t square. An FM signal with a frequency deviation. An FM signal with a frequency deviation of 90 kilohertz. 90 kilohertz. And modulating signal bandwidth of 5 kilohertz is applied to the device. Frequency deviation of 90 kilohertz and modulating signal bandwidth of 5 kilohertz is applied to the device. The bandwidth of the output signal is option A 370 kilohertz, option B 190 kilohertz, option C 320 kilohertz, option D 95 kilohertz. Device with input x of t and y of t is characterized by y of t equal to x of t square. An FM signal with a frequency deviation of 90 kilohertz and modulating signal bandwidth of 5 kilohertz is applied to this device. The bandwidth of the output signal is, options are 370 kilohertz, option B 190 kilohertz, option C 320 kilohertz, and option D 95 kilohertz. Here, this device, which takes x of t as input and produce y of t equal to x of t square, is a square law device. This device is a square law device. Square law device anengil, it is actually a frequency multiplier. Frequency multiplier with a multiplication factor n equal to 2. So it is a frequency doubler circuit. Frequency doubler circuit. Frequency doubler circuit anengil, this Armstrong Major Armstrong method le indirect method of FM generation le frequency multiplier at using. So it is a frequency doubler circuit. So whatever frequency is fed to this device will be multiplied by a factor of 2 at the output. So both the deviation and the carrier frequency are multiplied by this factor 2. എന്തായിട്ട് മാറും അതിന്റെ deviation? എത്രയാണ് ഇൻപുട്ടിലെ deviation വരുന്നത്? Here deviation is 90 kilohertz and FM is 5 kilohertz. So deviation will be multiplied by a factor of 2. ഇനി ഒന്ന് ചെയ്തു നോക്കൂ. Okay. Please send your answer. We'll see. Option A. That's correct. That's correct. Yes. Krishna Priya, correct, Anna. Yes, 370 kilohertz. That's correct. So deviation will be doubled. ഇവിടേക്ക് എത്തുമ്പോൾ deviation എത്രയാവും? 90 എന്നുള്ളത് 180 kilohertz ആവും. Delta F become 180 kilohertz at the output of square law device. So bandwidth equal to 2 into delta F plus FM. So that is equal to 2 into delta F is 180 plus FM, that is 5. So
So answer is 370 kilohertz. 370 kilohertz is the answer. എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്? ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ഇത്തിരി ലെവല് കൂടുതലായിരിക്കും. PSC ക്വസ്റ്റ്യൻസിനെക്കാളും ഒരു ഇത്തിരി ലെവല് കൂടുതലാണ്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രശ്നമാക്കല്ല, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവുക എന്നുള്ളതാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും കുറച്ച് ഇത്തിരി ഹയർ ലെവലിൽ പിടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ അതിന് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാക്ട്ലി ഇതേ ക്വസ്റ്റ്യൻ വന്നോളണമെന്നില്ല, ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. സർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ കുറെ ക്വസ്റ്റ്യൻസ് കാണാനുണ്ട്. AM-ന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ്, ബ്രോഡ്കാസ്റ്റിംഗിലെ അല്ലേ, IF അല്ലേ? നമുക്ക് ഞാൻ അതിന്റെ ഡിമോഡുലേറ്റർ സെക്ഷനിൽ വരുമ്പോഴാണ്, ആക്ച്വലി ഡിമോഡുലേറ്ററിലാണ്, റിസീവർ സെക്ഷനിലാണ് അത് വരിക. ഓക്കെ, എന്തായാലും പറയാം. AM-ന്റെ കേസിൽ അത് വരുന്നത് 455 kHz ആണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. പക്ഷെ IF എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ റിസീവറിന്റെ സ്ട്രക്ചർ പറയണം. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. മറ്റേത് 10.7 MHz ആണ് വരുന്നത്, FM-ന്റെ കേസിൽ IF വരുന്നത്. ഓക്കെ, that will discuss in സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ സ്ട്രക്ചർ വരുന്നുണ്ട്. അത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് PSCക്ക് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് കൂടുതൽ PSC ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അത് കൂടുതലും ഇത് വർക്ക്ഔട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, സിമ്പിൾ ഇക്വേഷൻസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ സിഗ്നൽ ഏത് ടൈപ്പ് ആണ് എന്നുള്ളതൊക്കെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഹയർ ലെവൽ നോക്കിക്കോളൂ. ചിലപ്പോ എന്തെങ്കിലും കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം. സർ, പിന്നെ AM-ല് 2-3 മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ട് അങ്ങനെ കമ്പൈൻ ചെയ്ത് ചോദിക്കുന്നുണ്ട്. യെസ്, അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അല്ലെ. ഇൻ ദാറ്റ് കേസ് അത് പറഞ്ഞത് നന്നായി. ടോട്ടൽ മോഡുലേഷൻ ഇൻഡെക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് M1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ പ്ലസ് M3 സ്ക്വയർ. ഈ ഒരു ഫോർമുല റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എടുത്താൽ മതി. ഓക്കെ, ഇപ്പോ there are two signals with a modulation index equal to 0.3. M1 equal to 0.3 for first signal and M2 equal to 0.4 for next signal. രണ്ട് സിഗ്നൽ ഉണ്ട്. ഓവറോൾ മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we'll use this formula square root of M1 square plus M2 square. വെൽക്കം ബാക്ക്. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കാണാം കേട്ടോ. ക്ലിയർ അല്ല? 0.5 എന്നുള്ള ആൻസർ ആണ് കിട്ടുക. സ്ക്വയർ റൂട്ട് ഓഫ് M1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ. എത്ര ടേം ഉണ്ടോ അത്രയും ടേമിന്റെ സ്ക്വയറിന്റെ സം എടുത്തു കഴിഞ്ഞ് റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്കഷൻ നടത്താം കേട്ടോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് കഴിയാവുന്നതൊക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഒരുപാട് ടോപ്പിക് ഉള്ളതുകൊണ്ട് നിങ്ങൾ നോക്കുക, ഇതിന് പാരലി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ടോപ്പിക്കും കഴിയും, അതേപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് പാരലി, ഈ ക്ലാസ്സിന് പാരലായിട്ട് ഈ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. Okay, thank you. Thank you, Afzal, Krishnapriya. Okay, thank you, Manu. Swapna, thank you. Pallavi, thank you all.